കൊല്ലുന്നേ കൊല്ലാൻ കൊണ്ടുവന്നേ. അയ്യോ ഞങ്ങളെ കൊല്ലാൻ കൊണ്ടുവന്നേ. മണ്ട പെട്ടെന്ന് മണ്ണിടിഞ്ഞ് വരും. വഴി ബ്ലോക്കാണ്. നമ്മൾ പെട്ടെന്നൊരു സത്യം പറഞ്ഞാൽ ചെറിയൊരു ടൈമിങ്ങിലാണ് നമ്മൾ രക്ഷപ്പെട്ടത്. വളരെ കൊച്ചു ഹൈറ്റിൽ നിന്നാണ് വരുന്നത്. ഇത് വന്ന് എങ്ങനെ ഒഴിവാണ്. ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ തൂക്കുപാലം കാണാൻ പോവാണ്. അടിപൊളി ഒരു വ്യൂ ആണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ ഹാങ്ങിങ് ബ്രിഡ്ജ്. തേനാണോ? തേൻ. മദ്യപാന ആരോഗ്യത്തിന് ഹാരമാണ്. ഇത് മദ്യമല്ല കേട്ടോ, ആപ്പിളിൻ്റെ ജ്യൂസാണ്. ആപ്പിൾ ജ്യൂസും ആപ്പിളും കൂടെ നല്ല പറിച്ച് ആപ്പിള്. നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മൾ നേപ്പാളിൽ വന്നിട്ട് ഇന്ന് 7ാമത്തെ ദിവസമാണ്. നമ്മൾ ഇന്ന് പോകുന്നത് മുക്തിനാഥ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. നമ്മളിപ്പോൾ ഉള്ളത് പൊക്രയിലാണ്. പൊക്രയിൽ നിന്നും നമ്മൾ ഈ സ്കോർപ്പിയോയിലാണ് പോകുന്നത്. ഒരു 7 മണിക്കൂർ യാത്രയുണ്ട്. ദുർഘടമായ വഴികളാണ്. ഭയങ്കര എക്സ്പീരിയൻസ് ആയിരിക്കും എന്നാണ് പറഞ്ഞത്. നമ്മളിപ്പോൾ ഇതിപ്പം കുറച്ച് ദിവസങ്ങളായിട്ട് ഫ്ലൈറ്റിൽ തന്നെ ഇതിനകത്ത് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇത് നമ്മൾ സ്പെഷ്യലായിട്ട് എടുത്തൊരു യാത്രയാണ്. കാരണം മലയുടെ ഭയങ്കര ദുർഘട പാതകളാണ്. നമ്മൾ നേപ്പാളിനെ കുറിച്ച് വീഡിയോ കാണുമ്പം അതിനകത്തുണ്ട്, പല വീഡിയോയിലും ഉണ്ട് ഈ വണ്ടികൾ പോകുന്നത് മല അരിഞ്ഞ വഴിയിലൂടെയാണ് പോകുന്നത്. അപ്പം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും യാത്രയെന്ന് വിചാരിക്കുന്നു. ഇതാണ് നമ്മൾ ഇന്നലെ താമസിച്ച ഹോട്ടൽ. ഇതാണ് നല്ല സ്റ്റേ ആയിരുന്നു. റൂമിനകമൊക്കെ മോശമായിട്ട് കിടക്കും, അതുകൊണ്ടാണ് റൂമിൻ്റെ അകം കാണിക്കാത്തത്. ഇതിവിടെ നമ്മുടെ പൊക്കാറ ലേക്കിനടുത്തുള്ളൊരു ഹോട്ടലാണ്. ബില്ല് സെറ്റ് ചെയ്ത് ഇവിടെ നിന്ന് ഇറങ്ങുവാണേ. അപ്പോൾ നമ്മൾ 2 ദിവസം ഇവിടെ താമസിച്ചതിൻ്റെ ബില്ലാണ് 7350 നേപ്പാളിയാണ്. ഫുഡൊന്നും അത്രയ്ക്ക് മെച്ചമില്ല. ഫുഡ് നിങ്ങൾ ഇവിടെ താമസിക്കുന്ന ഫുഡ് കഴിക്കണമെന്നില്ല. ഫുഡ് പുറത്തുനിന്ന് കഴിച്ചാൽ മതി. ഫുഡ് അത്രയ്ക്ക് മെച്ചമില്ല. പിന്നെ അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഫുഡ് കഴിക്കുക ഇവിടുന്ന് കേട്ടോ. ഇതാണ് നമ്മുടെ സാരഥി. ഇതാണ് नाम क्या है? विष्णु। ओ अच्छा नेम है। इधर से विष्णु का टेंपल ही जा रहे हैं। ओ इधर से पूरा विष्णु है। हाँ जी। ए विष्णु मैं विष्णु। ആ ഇത് വിഷ്ണു ഒക്കെ ടെമ്പിള്. ഇവിടെ വിഷ്ണുവിൻ്റെ അമ്പലം ഉള്ളതുകൊണ്ട് ഇവിടുത്തെ മക്കൾക്കെല്ലാം കൂടുതലും വിഷ്ണു എന്നാ പേര് കേട്ടോ. അത് അടിപൊളിയാ. സ്കോർപ്പിയോയിലാണ് നമ്മൾ പോകുന്നത്. ഇതിൻ്റെ നമ്പർ കണ്ടോ എഴുതിയേക്കുന്നത്. ഇത് നമുക്ക് മുക്തിനാഥ് പോയി നാളെ തിരിച്ചു കൊണ്ടുവരും. നാളെ തിരിച്ചു കൊണ്ടുവരുമ്പം നമുക്ക് 26,000 നേപ്പാളി മണിയാണ് അതിന് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ യാത്ര ആരംഭിക്കുകയാണ്. രാവിലെ ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ട്. നമ്മളിവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് ഈ മഴ കാണുന്നത്. ഇതിപ്പം നമ്മൾ പൊക്ര ടൗണിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പൊക്രയിൽ നിന്ന് നമ്മൾ ഇന്ന് പോയി കഴിഞ്ഞാൽ രാത്രിയിലാണ് നമ്മൾ മസ്താങ്ങിലാണ് താമസിക്കുന്നത്. അവിടെ മസ്താങ്ങിന് അടുത്തുള്ള എയർപോർട്ടിനടുത്ത് നമ്മൾ ഇന്ന് റൂമൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഡീസലിന് 149 രൂപ, പെട്രോളിന് 159 കേട്ടോ. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഇവിടെ നിന്നൊക്കെ ആയിരിക്കും കയറി വരുന്നത് അല്ലേ? ഇന്ത്യൻ ഓയിലോ അല്ലേ? നേപ്പാൾ ഇന്ത്യൻ ഓയിൽ. നല്ല ഭൂപ്രകൃതിയാണ്. നമ്മുടെ കേരളത്തിലെ തോന്നുന്ന രീതിയിലുള്ള ഒരു ഭൂപ്രകൃതിയും കാര്യങ്ങളൊക്കെയാണ്. വിസ്തൃതിയുടെ കാര്യത്തിൽ നേപ്പാളിലെ 5ാമത്തെ വലിയ ജില്ലയാണ് മസ്താങ്. മസ്താങ്ങിൻ്റെ തലസ്ഥാനമാണ് നമ്മുടെ ഈ ജോംസൺ എയർപോർട്ട്. ജോംസൺ എന്ന് പറഞ്ഞ സ്ഥലം. നമ്മൾ അവിടെയാണ് താമസിക്കുന്നത്. നമുക്കറിയാം, ഒരു 98 അവിടെ ഒരു ഷൂട്ടിങ്ങിന് വന്ന നമ്മുടെ വെള്ളി നക്ഷത്രത്തിൽ അഭിനയിച്ച ഒരു നടിയുണ്ട്, തരുണി സച്ചിദേവ്. അവിടെ വിമാന ലാൻഡിങ്ങിനിടയിൽ വിമാനം തകർന്ന് വീണ് കുട്ടി മരിക്കുകയുണ്ടായി. വെള്ളി നക്ഷത്രത്തിൽ അഭിനയിച്ച നടിയെ. ആ എയർപോർട്ടിന് അഭിമുഖമായിട്ടാണ് നമ്മൾ റൂം ബുക്ക് ചെയ്തിരിക്കുന്നത്. കാരണം അവിടെ വിമാനം ലാൻഡ് ചെയ്യാൻ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ നമ്മൾ ആദ്യമേ ഫ്ലൈറ്റിന് പോകാനാണ് തീരുമാനിച്ചത്. പക്ഷേ ഫ്ലൈറ്റ് 2-3 ദിവസമായിട്ട് ക്യാൻസൽ ചെയ്യുക. കാരണം ഈ മോശം കാലാവസ്ഥ കാരണം അങ്ങനെ ഫ്ലൈറ്റുകൾ വളരെ ഈ കാലാവസ്ഥ മോശമാണെങ്കിൽ അവർ വിടത്തില്ല. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ സ്കോർപ്പിയോയ്ക്ക് തന്നെ പോകുന്നത്. കാരണം നമ്മൾ ഇവിടെ വന്നിട്ടായാലും പല ഫ്ലൈറ്റുകൾ കയറിയ പല സ്ഥലങ്ങളിലേക്ക് പോകാൻ നിങ്ങൾ കണ്ടു. പക്ഷേ ഇവിടെ നമുക്ക് ഇവിടുത്തെ വഴികൾ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള വഴികളാണ്. പല യൂട്യൂബ് വീഡിയോസിലും നമ്മൾ കണ്ടിട്ടുണ്ട് ഈ വഴികളെ. വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള വഴികൾ. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക. കാരണം ഭയങ്കര ക്രേസ്ഫുള്ളായിട്ടുള്ള ഡ്രൈവിങ്ങും. നമ്മുടെ വിഷ്ണു അതിമിടുക്കനാണ്. നമ്മളതിനെക്കുറിച്ചൊക്കെ പഠിച്ചിട്ടാണ് ഇദ്ദേഹത്തിനെ സെലക്ട് ചെയ്ത് തന്നെ. കൊച്ചു പയ്യനാണെങ്കിലും നല്ല ഡ്രൈവിങ്ങും കാര്യങ്ങളൊക്കെയാണ്. പ്രൊഫഷണലാണ് ആൾ. അപ്പം നമ്മുടെ പോകുന്ന വഴിക്കുള്ള യാത്രകൾ, ആപ്പിൾ തോട്ടങ്ങളുടെ മനോഹാരിത. ഇതിപ്പോൾ കണ്ടില്ലേ, ഒരു വയനാട് ചുരം കയറുന്നൊരു ഫീലിംഗാണ് നമുക്ക് വരുന്നത്.
അതേ ഒരു മൂഡ് നമ്മളിപ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ ഈ നേര്യമംഗലത്തു നിന്നൊക്കെ അങ്ങോട്ട് മൂന്നാറിന് കയറി പോകുന്ന ഒരു തോന്നും നമുക്ക്, കാടുകളും ചുരങ്ങളും ഒക്കെ ആയിട്ട്. ഈ സ്കോർപ്പിയോകളാണ് കൂടുതലും കാണുന്നത്, നമുക്ക് മുന്നിലൊക്കെ സ്കോർപ്പിയോകളാണ് പോകുന്നത്. വീണ്ടും ഒരു ചെറിയൊരു പട്ടണത്തിലെത്തിയിട്ടുണ്ടേ. സ്കോർപ്പിയോയ്ക്ക് നമ്മുടെ നാട്ടിൽ ഇതിപ്പോൾ 7 ലക്ഷം രൂപയ്ക്ക് കിട്ടിയാണ് നല്ല സ്കോർപ്പിയോ കിട്ടും. കാരണം വേണ്ട, ടൊയോട്ടയുടെ വണ്ടിയൊന്നും കാണാൻ പോലും ഇല്ല കേട്ടോ. കാരണം അതൊക്കെ കോടികളാവും. ഭയങ്കര വണ്ടിക്ക് ഭയങ്കര വില കൂടുതലുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഇവർക്ക് ഇവിടെ രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തുമില്ല. ഇവിടെ എൻ്റെ 10 ദിവസമൊക്കെ കണ്ട് പാസ്സേ കിട്ടത്തുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകണം, അല്ലാതെ നമ്മുടെ വണ്ടിയുമായിട്ട് ഓടിക്കാനോ. വിഷ്ണു പറയുന്നത് ഈ മല കടന്നു വേണം പോകാൻ എന്നാണ് പറയുന്നത്. മല കയറി അപ്പുറത്തിറങ്ങുക. വിഷ്ണുവിന് 20 വയസ്സുള്ളൂ കേട്ടോ. 20 വയസ്സുകാരനാണ് വണ്ടി ഓടിക്കുന്നത്. ഇവിടെ എല്ലാവരും ചെറുപ്പത്തിൽ തന്നെ കല്യാണം കഴിക്കും, ജോലി ചെയ്യും. ഹോട്ടലൊക്കെ ആണെങ്കിലും ഫാമിലിയാണ് അവരെല്ലാം, അപ്പനും അമ്മ എല്ലാവരുടെ കൂടിയാണ് അവിടുത്തെ സ്റ്റാഫൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. സ്റ്റാഫുകൾ വളരെ കുറവാണ്, എല്ലാവരും നല്ല പണിക്കാരാണ് ഇവിടുത്തെ. വണ്ടി പോകുന്നുണ്ട് അവിടുത്തെ മലേ. പതുക്കെ ചെറിയ കട്ടർ വഴികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെയൊക്കെ വഴികൾ പോലത്തെ കട്ടർ റോഡുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം വിഷ്ണു പറയുന്നത് ഒന്നും തുടങ്ങിയിട്ടില്ല, വഴികൾ ആരംഭിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. നല്ല വഴിയാണെന്ന് പറയുന്നത്, ഹൈവേയിലാണ് ഇപ്പോൾ പോകുന്നതാണ് പറയുന്നത്. ഈ 1992 വരെ ഇവിടെ നമ്മുടെ ഈ മസ്താങ്ങിലേക്ക് ജോംസണിലേക്കൊന്നും വിദേശ സഞ്ചാരികളെ ഒന്നും ആരെയും കയറ്റി വിടുകയില്ലായിരുന്നേ. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ടിബറ്റൻ ജനതയുടെ ഒരു അഭിനിവേശത്തിലായിരുന്നു ആ രാജ്യം ഉണ്ടായിരുന്നത്. അതിന് ശേഷമാണ് ഇപ്പം വിദേശികളെയൊക്കെ കൂടുതലായിട്ടിപ്പം അങ്ങോട്ടേക്ക് വിടുന്നത്. അപ്പം നമുക്കതൊരു ഭാഗ്യമായിരിക്കാം, നമുക്ക് കാണാനും ഒക്കെ കിട്ടുക. പക്ഷേ നമ്മളവിടെ നശിപ്പിക്കാതിരുന്നാൽ മതി. കാരണം അവർ വളരെ സാധുക്കളാണ്. നമുക്ക് അവിടെ ചെല്ലുമ്പോൾ അവരെ കാണും, പരിചയപ്പെടുമ്പോൾ അറിയാം. വളരെ ഒരു എന്നാ പറയുന്നത്, എല്ലാവരും ഒരേ വേഷമൊക്കെ ധരിച്ച് നല്ല സാധുക്കളാണ് ആൾക്കാർ കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല, നമ്മുടെ ഹോട്ടലിൽ നിന്ന് കഴിച്ചില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ ഫുഡ് മാത്രം നമുക്ക് അങ്ങോട്ട് പിടിച്ചില്ലായിരുന്നു. അപ്പോൾ പോകുന്ന വഴിക്ക് വിഷ്ണു പറഞ്ഞ ഡാബകളുണ്ടെന്ന് പറഞ്ഞേ, അതാ പറഞ്ഞ് തീർന്നില്ല. ഡാബ എത്തിയിട്ടുണ്ടേ, നമുക്ക് ഇവിടുന്ന് കഴിക്കാം. ഒരുപാട് വണ്ടികൾ നിർത്തിയിട്ടിട്ടുണ്ട്. കഴിക്കാനുള്ള നമസ്കാരം. ആരാണ് കൈയിട്ട് പറയാൻ മതി. പാത്രം അമർത്തി വെച്ചിരിക്കുകയാണ്. क्या बोले? ये राइस रोटी है? राइस रोटी है। തുളവട റൊട്ടിയാന്ന് പറഞ്ഞത് കേട്ടോ. ടേസ്റ്റ് ചെയ്യാം, കഴിച്ചു നോക്കി. എന്നാ അതിന് ടേസ്റ്റ്? എന്നാ ടേസ്റ്റ് എന്നാ? നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാവേ. അരിമാവും അല്ലേ, ഉള്ളും നല്ലവരെ വെന്തിട്ടില്ലേ, ഒരു മധുരമുണ്ട്. റൈസ് റൊട്ടി എന്നാണ് അവർ പറയുന്നത്, റൈസ് റൊട്ടി കൊണ്ട് മുട്ടക്കറി വെപ്പിക്കുകയാണ് പറഞ്ഞു കൊടുത്ത്. ഇവിടെ അങ്ങനത്തെ ഐറ്റമൊന്നുമില്ല. തക്കാളിയും സവോള അരിയാൻ പറഞ്ഞു. ദോ ടൊമാറ്റോക്ക് ലേലും ഇവർക്ക് അങ്ങനെ സബ്ജി കിഴങ്ങ് അത് നമുക്ക് വയറ്റി പിടിക്കുകയല്ല. ഹേ പാനി പൂര जिंजर गार्लिक नो प्रॉब्लम ये अच्छी है तुम्हें नहीं चपाती
ഞാൻ കടല മേടിച്ച് തിന്നുന്നുണ്ട്, വിശക്കുന്നുണ്ടേ. ഇവിടെ നമ്മളിങ്ങനെയാണ് ഓർഡർ ചെയ്ത് കഴിയുമ്പോൾ അവർ ഉണ്ടാക്കുകയുള്ളൂ. ഇനി ചപ്പാത്തി ഉണ്ടാക്കണം. മിർച്ചി ഇല്ലല്ലോ, ഫസ്റ്റ് മിർച്ചി. വെളുത്തുള്ളി ഇഞ്ചി എടുക്കാൻ പറഞ്ഞു, അവർ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. അല്ലേ നമ്മൾ പറഞ്ഞില്ല, അവരത് കേട്ടില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള ഇതുണ്ട്. അപ്പം നമ്മളൊരു പച്ചക്കറി വെക്കുന്ന രീതിയിൽ അവരെ കൊണ്ട് ജീവിക്കുക. അത് തന്നെ, എല്ലാം പച്ചക്കറി എല്ലാം നല്ല ഫ്രഷാണ്. പൊറോട്ട പോലെ ഇരിക്കുന്ന കേട്ടോ, മൈദയുടെ ചപ്പാത്തിയാണ്, മൈദ ചപ്പാത്തി. എന്തായാലും അത് റെഡിയായി വന്നിട്ട് നമുക്ക് കഴിക്കാം. ചപ്പാത്തി ബാക്കിയല്ല പൊറോട്ട എന്ന് പറയുന്നത് കേട്ടോ, അല്ലേ? ഞാനും പറഞ്ഞ പൊറോട്ടയും മുട്ടക്കറി നമ്മൾ പറഞ്ഞ രീതിയിൽ ഉണ്ടാക്കിയുണ്ടോ, നമ്മുടെ രീതിക്ക് അവർ ചെയ്ത് തന്നേക്കാം കേട്ടോ. മുട്ടക്കറി പറ, വെള്ളം എടുക്കുന്ന ഒരു പാത്രം ഉണ്ടോ ആദാമിൻ്റെ? അല്ല മറ്റേ അത്ഭുത വിളക്കല്ലേ പിന്നെ അവിടെ. അപ്പം നമ്മുടെ ചപ്പാത്തി പൊറോട്ട കഴിക്കാവേ. കഴിച്ചു നോക്കിയിട്ട് പറയാം എങ്ങനെ ഉണ്ടെന്ന്. മുട്ടക്കറി നമ്മുടെ തന്നെയാണ്, അവരുണ്ടാക്കിയെന്നേ ഉള്ളൂ. മിക്സാണ്. ഓക്കെ ഓക്കെ കേട്ടോ. നേരെ ഇച്ചിരി ചാറിൽ മുക്കി ഇടുന്നുണ്ട്. എരിവ് എങ്ങനെ ഉണ്ടെന്ന് അവിടെ മുളകുപൊടിയുടെ എരിവ് നമുക്ക് അറിയില്ല. അല്ല അറിയാം, എല്ലാവരും എന്താ നോക്കിയേ. എരിവ് കറക്റ്റ് അല്ലേ? ഇനി ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. കൊച്ചിനെ സ്കൂളിൽ വിടാൻ വേണ്ടി കുരുക്കുകയാണ്. നമസ്കാർ. നാം ബോലിയേ. നാം ശരണ്യ. ഓ അച്ഛാ, കേരള നെയിം. തുമാരാ? അച്യുത്. എൻ്റെ എല്ലാ ഐറ്റങ്ങളും ഉണ്ട് കടയിലെ, കണ്ടോ? ഇതിന് പിന്നെ ഏത് കടയിൽ കയറിയാലും ഇതിനൊരു ബന്ധമില്ല. ഇതിങ്ങനെ ഏത് വേണം, ചെറുത് വേണോ, ബിയർ വേണോ, ബ്രാൻഡി വേണോ, വിസ്കി വേണോ. ചെറിയ കടയുണ്ടോ, ചെറിയ നമ്മുടെ നാട്ടിലൊരു മുറുക്കാൻ കടയുടെ അല്ലേ, ഒരു മുറുക്കാൻ കട വലിപ്പം. അങ്ങനെ ഈ ഏരിയയാണ് നമ്മുടെ ഈ ഏരിയയാണ് ഏരിയ അടുത്താണോ നമ്മുടെ സിക്കിമില്ലേ? ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ തൂക്കുപാലം കാണാൻ പോവാണ്. പേടിയാവും, നല്ലപോലെ ആടുന്നുണ്ട്. നല്ല സ്ലിപ്പറിയാണ്. ഇങ്ങേറ്റം പോകാൻ വേണ്ടല്ലോ. ഭയങ്കര ഇതുണ്ടോ. ഇതാണ് കാളി നദി കേട്ടോ. ഇത് നമ്മൾ പോകുന്ന മുത്തുനാഥിൻ്റെ അവിടെ നിന്നാണ് വരുന്നത്. ഇവിടെ നിന്നാണ് നമ്മുടെ എല്ലാ എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയാകുന്നുണ്ടേ.
ഏഷ്യയിലെ ഏറ്റവും വലിയ ഹാങ്ങിങ് ബ്രിഡ്ജാണ്. അടിപൊളി ഒരു വ്യൂ ആണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ ഹാങ്ങിങ് ബ്രിഡ്ജ്. സ്ലിപ്പായിരിക്കാൻ വേണ്ടി ഒരു കമ്പി ഇറങ്ങട്ടെ. അപ്പം ബ്രിഡ്ജൊക്കെ കണ്ടിട്ട് സാറൊക്കെ നല്ല ഫ്രണ്ട്ലിയാണ്. അതായത് നമ്മുടെ വിനയ് സാറ് അവരെ പരിചയപ്പെടുകയാണ്. ഞാൻ വേണ്ട വഴി ഉണ്ടോ പാറ പൊട്ടിച്ച് മാറ്റിയേക്കുവാണ്. പാറ പൊട്ടിച്ച് മാറ്റി എപ്പോൾ വേണ്ടും ബ്ലോക്കാണ് ഇവിടെ. അടിപൊളി വഴി. അടുത്ത സാമ്പിളാണ് സാമ്പിൾ 3. उधर भी ब्लॉगर है. उधर भी हाँ. उसके पास ड्रोन है. ड्रोन है. हाँ. तुम्हारा फ्रेंड है ड्राइवर? Yes. another Yeah. It's the Magdi district. Magdi district. Magdi district. അപ്പം നമ്മൾ നേപ്പാളിലെ താങ്കിയോ എന്ന് പറഞ്ഞൊരു ജില്ലയിലേക്ക് കിടക്കുകയാണ്. അവിടുത്തെ ബസ് സ്റ്റാൻഡും ഇവിടുന്ന് മസ്താങ്ങിലേക്കും മുക്തിനാഥിലേക്കൊക്കെ പോകാനുള്ള ബസ്സുകളാണതേ. നമ്മൾ ആദ്യം ബസ്സിൽ പോകാൻ നിന്ന് ബസ് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് ഓർത്തു. പക്ഷേ അത് ഒത്തിരി ദുരിതമാണ്. കാരണം നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്ന വളരെ കാരണം ഈ ലെഗ് സ്പേസ് ഒന്നും ഇല്ലാത്ത സീറ്റുകളൊക്കെയാണ്. ഇതുണ്ട് ഒരുപാട് ടാക്സികളൊക്കെ കിടപ്പുണ്ട്. ലെവൽ 2 ആയോളെന്ന് പറഞ്ഞേ. ലെവൽ 2 ആയോളെന്ന് പറഞ്ഞേ. ഇനിയിപ്പോൾ ലെവൽ 5 ആണെന്നാണ് പറയുന്നത്. എൻ്റെ അമ്മ നമ്മൾ ഇടപാട് ഇടപാട് चलो थोड़ा डांस करते हैं. അല്ലേ നോക്കിയാൽ ശ്രദ്ധിച്ചാൽ അതിലോട്ട്. അടിപൊളി വെള്ളച്ചാട്ടമാണ്. ഭയങ്കര ഹൈറ്റിൽ നിന്നായിരുന്നു കേട്ടോ. ഒരു ഹൈറ്റാണ്. സൂം ചെയ്ത് നോക്കാം. ഒത്തിരി ദൂരമാണ് കാണുന്നത്. സമതലം എന്നറിയപ്പെടുന്ന ടിബറ്റൻ വാക്കിൽ നിന്നാണ് മസ്താങ് എന്ന സ്ഥലപ്പേരുണ്ടായത്. എന്നുപോലെ നമ്മളും ഒരുപാട് ആഗ്രഹിക്കുക. ആ ആഗ്രഹമാണ് നമ്മളെ ഇവിടെ കൊണ്ടെത്തിച്ച് ഈ മലമടക്കുകളിൽ കൊണ്ടെത്തിച്ച്. കണ്ടില്ലേ എത്ര ഡേഞ്ചറസ് ആയിട്ടുള്ള യാത്രയാണ് ഇത്. ഇത്ര കഷ്ടപ്പെട്ട് ഇവിടെ പോകുന്ന ഇതൊക്കെ നിങ്ങളെ കൂടെ കാണിക്കാൻ വേണ്ടിയാണ്. അപ്പം
നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ കൂടുക. ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾക്ക് ഒരുപാട് ഇനിയും മുന്നോട്ട് പോകാനുണ്ട്. നമ്മളെ യാത്രകൾ ഇവിടെ തുടങ്ങുന്നതേ ഉള്ളൂ. ഒരുപാട് യാത്രകൾ ചെയ്യാനുണ്ട് ദൈവം അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ നല്ല ഇതുണ്ടല്ലേ, ഭൂമിയിലെ സ്വർഗ്ഗമാണെന്ന് പറയാം നമുക്കിത്. എത്ര മനോഹരമാണെന്ന് നോക്കി. ഇപ്പം നല്ല റോഡിലെത്തിയേ. ഇപ്പോൾ ഇവിടെ വലിയ ടാറിങ്, ഇടയ്ക്ക് ഇങ്ങനെ ടാറിങ് ഉണ്ട്. നല്ല ഒരു വെള്ളക്കാറ്റ്, അടിപൊളി വാട്ടർഫോളുണ്ട്. നല്ല ചിക്കൻ വാട്ടർഫോളാണ്. വാട്ടർഫോൾ വന്നിട്ട് ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. കർണാടക, കേരള. അറിയില്ല. ഇത് കർണാടകക്കാരാണ്. കാസർഗോഡ്, കേരള, കോട്ടയം. ഫാമിലിയാ പോയിട്ട് വരുവാ. വെള്ളക്കാരാണ്. അടിപൊളി വെള്ളച്ചാട്ടമാണ്. താമസിക്കാം. അവിടുന്ന് നാളെ രാവിലെ മുസ്ലിം ക്ഷേത്രത്തിലേക്ക് പോകും. അടിപൊളി കാഴ്ചകളാണ്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കണം കേട്ടോ. വഴിയൊക്കെ അടിപൊളി ഉണ്ടാവും. അടുത്ത ബെയിലി പാലം. ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളുവോട്ടിലുള്ളതൊക്കെ ഇതുപോലത്തെ പാലം ഉണ്ടാക്കിയാൽ ഇപ്പം നമ്മുടെ മുണ്ടക്കത്തെ ഇളങ്കാട്ടിലെ പാലം പൊളിച്ചിട്ടിട്ട് 6 മാസമായി. ഇനി അതുപോലെ തന്നെ കിടക്കും. പണി തുടങ്ങിയിട്ട് പോലും ഇല്ല. അതേന്നെ, എന്ത് ദുരിതമാണെന്നറിയോ? അപ്പോൾ ഇതുപോലത്തെ പാലങ്ങൾ ഉണ്ടാക്കുവാണെങ്കിൽ ഇതിനൊക്കെ തന്നെ നിസ്സാര പൈസയേ ഉള്ളൂ. അപ്പോൾ പിന്നെ അഴിമതി കാണിക്കാൻ പറ്റില്ല കേട്ടോ. അതങ്ങനെ ഒരു ഗുണമുണ്ട്. പോകുന്ന വഴിക്ക് നമ്മളൊരു ഓറഞ്ച് തോട്ടം കണ്ടേ. ഇല്ല, ഓറഞ്ച് പഴുത്തിട്ടില്ല, പച്ചയാണ്. ഇഷ്ടം പോലെ എന്താ മഞ്ഞ കളറിൽ വരുന്നുള്ളൂ, പഴുത്ത് വരുന്നതേ ഉള്ളേ. ഓറഞ്ച് തോട്ടമാണേ. മഞ്ഞ കളറല്ലേ? ഓറഞ്ചിൻ്റെ കളറല്ല, മഞ്ഞ കളറ് അല്ലേ? നിറച്ചും കായുണ്ടേ, പഴുത്ത് വരുന്നതേ ഉള്ളൂ.
എല്ലാം നിറച്ചുണ്ട് കേട്ടോ. തോട്ടമാണേ. മഞ്ഞ കളർ അല്ലേ, ഓറഞ്ചിൻ്റെ കളറല്ല, മഞ്ഞ കളർ അല്ലേ. നിറച്ചും കായുണ്ടേ, പഴുത്ത് വരുന്നതേ ഉള്ളൂ. എല്ലാം നിറച്ചുണ്ട് കേട്ടോ. ഒരു പറിച്ചോളാൻ പറഞ്ഞ ഓറഞ്ചേ, അതുകൊണ്ട് ഇവിടെ ബായി പോകുന്നുണ്ട് പറിക്കാൻ. ബായി ഓറഞ്ച് പറിക്കാൻ പോകുന്നുണ്ട്. ബായി അതേലുണ്ട്, ബായി ഇതേണ്ട അതേൽ അതുണ്ട്. ഇത് മോളിൽ കയറി ഇവിടെ പറിക്കാം. ഇവിടെ ആ മോളിൽ തിട്ടല്, ആ തിട്ട കയറ്. ഉരുളക്കിഴങ്ങ് കൃഷിയുണ്ട്, എല്ലാ കൃഷികളാണ് ഇവിടെ. നല്ല പഴുത്ത ഉറഞ്ഞു ഇപ്പോൾ നമുക്ക് പറിക്കാൻ കേട്ടോ. ഉണ്ടോ, നല്ല പഴുത്ത്. ഒത്തിരി പറിക്കണ്ടോ? ഓക്കെ, ജീവൻ പറയാൻ പറ്റുന്ന യാത്രയാണ്. നല്ലൊരു ഗായകൻ കൂടിയാണ് നമ്മുടെ ഡ്രൈവർ കേട്ടോ. വിഷ്ണു നല്ലൊരു ഗായകനാണ്. ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മളിവിടെ വിളിച്ച് നേരത്തെ പറഞ്ഞിരുന്നതാണ്, നേരത്തെ വിളിച്ച് പറഞ്ഞ് ബുക്ക് ചെയ്തിരുന്നതാണ്. അപ്പോൾ ഇവിടെ റെസ്റ്റോറൻറ്റ് നമ്മൾ എത്തിയിട്ടുണ്ട്. റെസ്റ്റോറൻറ്റ് പറഞ്ഞാൽ അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഉണ്ട് ഇവിടെ. ചെരുപ്പ് കാര്യങ്ങൾ, ട്രക്കിങ്ങിന് പോകാനുള്ള അരിയുണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട് ഇവിടെ. ഇതാ നമുക്കുള്ള ഖാന ഇവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. താലിയാണ്, താലി. ഹായ് മാം, നമസ്കാരം. നമസ്കാരം. ഇവരാണ് കടയുടെ ഓണറാണ്. താലി ഇവിടെ റെഡിയാക്കണം. താലി നല്ല അതിൻ്റെ മുകളിൽ ഒരു പപ്പടം വെച്ചു. കാട്ടുപന്നിയാണ്, കാട്ടുപന്നി കറിയ, കാട്ടുപന്നി താലി. ഉണ്ടോ, അതിൻ്റെ മുകളിൽ ഒരു പപ്പടം വെച്ചു. നല്ല ആപ്പിൾ വാറ്റാണ്, ആപ്പിൾ ഇട്ട് മാറ്റുന്ന സാധനം ബാക്കിയിലേക്ക് നിറയ്ക്കുക. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്, ഒരിക്കലും കൂടെ പറയണം, പ്രമോഷനല്ല. പിന്നെ ഇത് ഒരു സ്ഥലത്ത് ചെന്നാൽ അവിടുത്തെ കാഴ്ചകൾ നമ്മൾ അവരെ കാണിക്കണം. ഇറങ്ങിയാതുണ്ട്, ആൾക്കാരിരുന്ന് കഴിക്കുന്നുണ്ട് അല്ലേ, ഒരു പ്രശ്നമില്ല. ഇവിടെ നിന്ന് ആപ്പിൾ, ഫ്രഷ് ആപ്പിൾ പാനി കഴിക്കുന്നവർക്ക് കഴിക്കാം, കഴിക്കേണ്ടാത്തവർക്ക് കഴിക്കണ്ട. കാണുന്നവർക്ക് കാണാം, കാണണ്ടാത്തവർ കാണണ്ട. ആപ്പിൾ പാനി. കാഠ്മണ്ഡുവിലെ ഒരു ബ്ലോഗറാണ്, കാഠ്മണ്ഡുവിലെ. നാം ക്യാ ഹൈ? नेपाल चीटू चैनल का नेम. ഓ, അപ്പം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്തേക്കണം കേട്ടോ. ട്രാവൽ ആൻഡ് ഫുഡ് ബൈ ഷൈജു. ട്രാവൽ ആൻഡ് ഫുഡ് ചോദിച്ചിട്ടുണ്ട്, അവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. എനിക്കിപ്പോൾ നമുക്കുള്ള കാട്ടുപന്നി താലി, അടിപൊളി കാട്ടുപന്നി താലി വന്നിട്ടുണ്ട്. റീവാച്ചാണ് ടേസ്റ്റ് ചെയ്യുന്നത്. റീവാച്ച കാട്ടുപന്നി ടേസ്റ്റ് ചെയ്തേ. സൂപ്പർ അല്ലേ, നല്ല ടേസ്റ്റ് അല്ലേ. നെയ്യും കുറവല്ലേ, നെയ്യൊന്നുമില്ല.
ലിമാരിയ വല്ല ഇലക്കറികൾ ഇവർ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്. ഇലക്കറികൾ ഇതുണ്ടോ, പിന്നെ മത്തൻ്റെ ഇല പോലെ ഉണ്ടേ. ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഒരു പ്രത്യേക ടേസ്റ്റ് ഒന്നും ഇല്ല ഇതിന്, ഇല മാത്രമല്ല. പിന്നെ വെണ്ടയ്ക്ക മെഴുക്ക്, വെണ്ടയ്ക്ക ഇവിടെ നമ്മൾ കണ്ട വെണ്ടയ്ക്ക അല്ല, പാവയ്ക്കാണ്. പാവയ്ക്ക മെഴുക്ക് വരട്ടി ഇതിവിടെ ഒരുപാടുണ്ട്. ഈ പാവയ്ക്ക കേട്ടോ കൊള്ളാം, കയ്പൊന്നുമില്ല കേട്ടോ. ആ പാവയ്ക്ക ഒന്ന് കഴിച്ചു നോക്കി. പാവയ്ക്ക കയ്പുണ്ടോ? കയ്പില്ല, നല്ല പാവയ്ക്ക കേട്ടോ, നല്ല ഫ്രഷാണ്. പച്ചക്കറി എല്ലാം ഇവിടെ ഫ്രഷാണ്. ഇത് പാവയ്ക്കയുടെ അച്ചാറാട്ടോ. ഇതിൻ്റെ റേറ്റ് ഒന്നുമില്ല കേട്ടോ. നമ്മൾ സത്യം പറഞ്ഞാൽ 2650 അതെങ്ങനെയൊക്കെ ചോദിച്ചേ. അപ്പം ഫുഡൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീടുമാണ് ഇവിടുന്ന്. അതാ ഈ പൊളി വൈബാണ് ഇവിടെ കണ്ടോ. ഇത് രക്ഷയില്ലാത്ത കാഴ്ചകളാണ്. കൊല്ലുന്നേ, കൊല്ലാൻ കൊണ്ടുവന്നേ. അയ്യോ, ഞങ്ങളെ കൊല്ലാൻ കൊണ്ടുവന്നേ. ഇവിടെ പെട്ടെന്നാണ് ഈ മലയിടിഞ്ഞ് കേട്ടോ. ഇവിടുത്തെ അവസ്ഥ പണ്ട പെട്ടെന്ന് മണ്ണിടിഞ്ഞ് വരും. വഴി ബ്ലോക്കാണ്. നമ്മൾ പെട്ടെന്നൊരു സത്യം പറഞ്ഞാൽ ചെറിയൊരു ടൈമിങ്ങിലാണ് നമ്മൾ രക്ഷപ്പെട്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ നേരെ ഫ്രണ്ടിലെ ഒരു ഒറ്റ വണ്ടി കയറിപ്പോയി. നമ്മുടെ സെക്കൻഡ് വണ്ടിയാണ്. ആ സമയത്താണ് ഈ മണ്ണിടിഞ്ഞത്. ഇവിടെ ഒരു കാരണവും വേണ്ട, മഴയൊന്നും വേണ്ട. ഇത് കണ്ടില്ലേ, മഴയും കാര്യങ്ങളൊന്നും വേണ്ട മണ്ണിടിയാൻ വേണ്ടി. പെട്ടെന്ന് തന്നെ ഇതിന് ഉറപ്പില്ല. ഇത് മുഴുവൻ കണ്ടില്ല, ചെറിയ ചെറിയ പീസ് കല്ലുകളാണ്, പൊട്ടിച്ചിട്ടേക്കുന്ന പോലത്തെ ഉള്ള കല്ലുകളാണ്. അല്ലാതെ നമ്മുടെ നാട്ടിലെ പോലെ വലിയ പാറയല്ല. ഈ മല കാണുമ്പോൾ നമ്മൾ ഓർക്കും വലിയ പാറയാണ് ഓരച്ചെന്ന് വിചാരിക്കും. പക്ഷേ ഇതുണ്ടോ, ഇതിപ്പം വീണാണ്. ഭാഗ്യത്തിന് നമ്മൾ രക്ഷപ്പെട്ടെന്ന് പറയാം. പല നാരിഴക്കി നമുക്ക് കറക്റ്റ് ഇവിടെ ഫ്രണ്ടിലെ വണ്ടി സഡൻ ബ്രേക്ക് ചെയ്തു. പിന്നെ JCB ഹിറ്റാച്ചി വന്ന് ഇത് കണ്ടോ മാറ്റി കണ്ടില്ലേ. അതുപോലെ ബ്ലോക്കായി കിടക്കുവാണ്. അത് മാറ്റി ഇനിയിപ്പം നമ്മളെ കടത്തി വിടുമായിരിക്കും. വണ്ടികൾ ഇതാണ് നമ്മുടെ വണ്ടി. അടുത്ത നമ്മുടെ വണ്ടി പുല്ല് പറിക്കുന്നുണ്ട്. ഇതിലൂടെ കല്ല് വലിച്ചെറിയുന്നുണ്ട്. ദൂരോട്ട് കല്ലെറിയുന്നു. വിനോദം കണ്ടെത്തുകയാണ് ഇവരും മുക്കാതെ പോകുന്നവരാണ്. ഒരക്കരെ ഈ കല്ല് എത്തിക്കാൻ പറ്റുമോ നോക്കുക. ഉണ്ടോ എൻ്റെ കല്ല് പോയില്ല. പിന്നെ ഒരു പെട്ട ചെറിയുന്നുണ്ട്. അയ്യോ, ഇതർസ ചല അവള് ചമ്മിപ്പോയേ. അപ്പോൾ ഇതുകൊണ്ട് ഇതുപോലെ ഇപ്പം ബ്ലോക്കായി. ഇങ്ങനെയാണ് ഇവിടുത്തെ യാത്രകളെന്ന് പറയുന്നത്. ചിലപ്പം ദിവസങ്ങൾ ഇങ്ങനെ കിടക്കേണ്ടി വരും. ഭാഗ്യമുണ്ടെങ്കിൽ രക്ഷപ്പെട്ട് പോകും, അത്രേ ഉള്ളൂ. വളരെ എല്ലാവരും ചാനൽ സ്കിപ്പ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുക. കാരണം അത്രയ്ക്കും സംഭവ ബഹുല ഇവിടുത്തെ. ഇവിടെ തോറ്റുപോയി. വിന്നർ ए भाई तुम विनर है तुम. അടുത്ത കല്ലെടുക്കണേ. ഓക്കെ ഇവിടെ ബിനോയ് സാർ മത്സരം നടത്തുന്നുണ്ട് അവരുടെ. പുള്ളിയുടെ തോട്ടിലോട്ട് പോയേ. ഇവിടുത്തെ 1 മിനിറ്റ്. ഓക്കെ ചലോ.
ബ്ലോക്ക് മാറ്റി നമ്മളെ വിടുക. ഇത്രയും നേരം നമ്മളിവിടെ വെയിറ്റ് ചെയ്തു. പക്ഷെ എൻജോയ്മെന്റ് ആയിരുന്നു കേട്ടോ. കല്ലേറ് മത്സരം നടത്തി. കല്ലേറ് മത്സരത്തിൽ ഏറ്റവും പുറകെ ഫസ്റ്റുകാരൻ ഇരിപ്പുണ്ട്. കല്ലേറ് മത്സരത്തിൽ പുറകെ ഫസ്റ്റുകാരൻ നല്ല നേപ്പാളികൾ ആരോഗ്യമുള്ള പിള്ളേർ ഇറങ്ങിയപ്പോഴത്തേനും 1 കിലോമീറ്റർ അകലെ പോയി കേട്ടോ. 6 അക്കരെ പുള്ളി തന്നെ 6 ഇക്കരെ വെള്ളത്തിൽ പോലും വീണില്ല. ബൈക്ക് റൈഡേഴ്സ് ഉണ്ട് കേട്ടോ. നമ്മള് ഭാഗ്യത്തിന് രക്ഷപ്പെട്ടതാണ്. തലധാരയ്ക്ക് രക്ഷപ്പെട്ടതാ. നേരെ ഫ്രണ്ടിലെ വണ്ടിയുടെ ഫ്രണ്ടിലാണ് വീണത്. ഭാഗ്യം. പിന്നെ നമ്മുടെ ഡ്രൈവർ ഡ്രൈവറെ വിഷ്ണു വിഷ്ണു നല്ല വിഷ്ണു നന്നായിട്ട് വണ്ടി ഓടിക്കുന്നുണ്ട്. താങ്ക് യു. നമ്മളും നല്ലതാ വിഷ്ണു പറയുന്നത്. മലയാളികള് സ്നേഹസമ്പന്നരാന്ന് അവർക്കറിയത്തില്ലല്ലോ. പക്ഷെ ഇവര് സ്നേഹത്തിനേക്കാൾ കൂടി വിനയമാണ് ഇവരുടെ. ഞാൻ ഇന്നലത്തെ വീഡിയോക്ക് അത് പറഞ്ഞിട്ടുണ്ട്. ഭയങ്കര വിനയമുള്ളവരാണ്. 1 രൂപ അവരുടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ 2 കൈ നീട്ടി വണങ്ങിയ മേടിക്കുന്നത്. നമ്മക്കൊക്കെ പുച്ഛമല്ലേ, നമ്മളൊക്കെ പൈസ കൊടുക്കുന്നത്. ഇവര് കാണിക്കുന്ന ബഹുമാനം കേട്ടോ. Very big waterfall here. വെരി ബിഗ് വാട്ടർഫോൾ. Yes. ഓക്കെ അടിപൊളി. ഇവിടെ ദുർഘടമാണേ ഉണ്ടോ. ആൾക്കാരവിടെ മുകളിൽ പോയിട്ടുണ്ട്. പിള്ളേരെ വലിയ ഹൈറ്റിൽ നിന്നാണ് വരുന്നത്. ഇത് വന്ന് എങ്ങനെ ഒഴിവാണ്. വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് നമ്മൾ വേറെ പോയി വീഴുന്നുണ്ടോ. മൂളിലൊന്നുണ്ടോ ഒഴുകി. നല്ല തണുപ്പ് കേട്ടോ. അടിപൊളി തണുപ്പ്. ഈ ഒരു വെള്ളച്ചാട്ടത്തിൽ തന്നെ മുതലാവും. നമ്മൾ ഈ ഡ്രൈവറെ കമ്പനി ഞാൻ കൊടുക്കാം. നമ്മുടെ അച്ഛ ആളാണ്. ഉപ്പാടം സൗന്ദര്യം നേപ്പാളി ഫ്ലാഗ് പറക്കുന്നതാണ്. അതെ, കലങ്ങി ഒഴുകുന്ന കാളി നദി. കലങ്ങി തിരിഞ്ഞൊഴുകുന്ന കാളി നദി എന്നുണ്ടോ. പോരാണ് കാഴ്ചയത്. ടാർ ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല. നാളെ ഇതൊന്നല്ലോ അവസ്ഥ. അത് ആപ്പിളിന്റെ ഫോട്ടോ അല്ലേ എടുത്തേ. ആപ്പിൾ തോട്ടമല്ലല്ലോ. നമ്മളെ ഓവർടേക്ക് ചെയ്ത് പറഞ്ഞു.
कौन आगे जो आप तो हम लोग जो हुक्म मेरे आका നമ്മൾ പതുക്കെ പോയാൽ മതി എന്ന് പറഞ്ഞേ. അതൊക്കെ നടുവ് വേറെ എടുത്തുകൊണ്ട് വരേണ്ടി വരും. ഇവിടെ ഒരു മര്യാദ ഇല്ല. ഇവിടെ ബസ്സൊക്കെ ഉണ്ടോ? ബസ്സൊക്കെ പാഞ്ഞു വരുവാണേ. Oh, boss is stopping in this dangerous road, man. Oh my God. You don't mind another गाड़ी? Yeah. Yeah. Wow. Mustang Pokhara. You go slow. സൂപ്പർ വഴി. അയ്യോ ഒരു രക്ഷയില്ലേ, ഒരു രക്ഷയില്ലേ, ഒരു രക്ഷയില്ലേ. ചില സമയത്ത് ഓർക്കും കാശ്മീർ ഒന്നും അല്ലെന്ന് ഓർക്കും കേട്ടോ. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആട്ടോ. ഒരു രക്ഷയില്ലാത്ത വ്യൂ കേട്ടോ. കണ്ടില്ലേ, കാളി നദി ഒഴുകുന്നുണ്ട്. ഇതിലെ തൂക്കുപോലെ ഉണ്ട്. ഇല്ലേ, ഭയങ്കര അപാര ഫ്രെയിം. പോകുന്നുണ്ട്. ഇത് നാച്ചുറൽ കേവ്സ് ആണ്. ഉണ്ടോ? ഭയങ്കര ഫ്രെയിമാണ്. ഒരു രക്ഷയില്ലാത്ത കാഴ്ചകളാ. പോലീസ് ചെക്ക് പോസ്റ്റ് ഉണ്ട് അല്ലേ. വഴിയുണ്ടോ? Bath. You wanna go toilet? Okay, wait 5 minutes. I want to wash my clothes. Okay. Okay. Okay, boss. മൂടി വേണം നമുക്ക് എല്ലാം കേട്ടോ. Where I give you that? പെർമിറ്റ് എടുക്കണം കേട്ടോ. ഇവിടുന്ന് ചെക്ക് പോസ്റ്റ് ആണ്, പോലീസ് ചെക്ക് പോസ്റ്റ് ആണ്. പെർമിറ്റ് എടുത്തിട്ട് വേണം നമുക്ക് പോകാൻ. ഇവിടുന്ന് ഒരു പെർമിറ്റ് എടുക്കണം. പെർമിറ്റ് അപ്പം പെർമിറ്റ് എടുക്കാൻ പോവാണേ. അപ്പം നമ്മുടെ പാസ്പോർട്ട് നമ്മളിവിടെ കൊടുക്കണം. പാസ്പോർട്ട് ഇല്ലെങ്കിൽ ആധാർ കാർഡ് ഏതെങ്കിലും കൊടുത്തിട്ട് ആൾക്ക് 1000 വെച്ച് 3000 രൂപ കൊടുക്കുക, പാസ്പോർട്ട് കൊടുക്കുക, പാസ് എടുക്കുക. എന്നാലും നമുക്ക് മുഖ്യനാഥിലേക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ. ഇവിടെ ഇങ്ങനെ പാസ് എടുക്കാൻ വേണ്ടി വിദേശികളെല്ലാം വന്നിട്ടുണ്ട്. ഇവിടെയാണ് എൻട്രി പെർമിറ്റ് കൗണ്ടർ. നമ്മളിവിടെ ജോൺസൺ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ ആപ്പിൾ തോട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ പ്രൈവറ്റ് ബസ്സാണ് ഇത്. നമ്മുടെ ഇവിടെ നിന്ന് എന്നാ പറയുന്നത്, പൊക്കാറയിൽ നിന്ന് സർവീസ് നടത്തുന്ന ബസ്സായിട്ടോ. യാത്ര കംഫർട്ടല്ല. നമ്മൾ വരുവാണെങ്കിൽ ടാക്സി എടുക്കുക. മാക്സിമം സ്പോർട്ട് തന്നെ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമുക്ക് പെർമിറ്റ് കിട്ടി, പെർമിറ്റൊക്കെ എടുത്ത് പോവാണ്. നമുക്ക് ബസ്സുകളിങ്ങനെ പെർമിറ്റ് എടുക്കാൻ വേണ്ടി ഇങ്ങനെ ക്യൂടൊക്കെ ആവും. നമ്മുടെ ID കൊടുത്തിട്ട് പെർമിറ്റ് എടുക്കാൻ നമ്മുടെ വിനോയ് ക്യൂനിപ്പുണ്ട്. പാസ് അടിച്ച് കിട്ടിയേ. ഷൈജു സരളോൾ കുട്ടപ്പനായേ. സരളയിൽ നിന്നുള്ള സരളോൾ കുട്ടപ്പനായി. കുഴപ്പമൊന്നും കുഴപ്പമില്ല. ഇന്ത്യൻ ട്രക്കിങ്ങിന് വന്നാന്ന് എഴുതിയിട്ടുണ്ട്. 1000 രൂപ. ആര്യം നേപ്പാളി കേട്ടോ. ഇതാണ്
ID കാർഡും പാസ്പോർട്ടും മേടിക്കാതെ വന്നിരിക്കുക നമ്മുടെ വിഷ്ണു. വിഷ്ണു കൂട്ടനെ കൊല്ലും ഞാൻ ദൈവമേ. നമ്മുടെ ടൂറ് പോക്കൊക്കെ നിൽക്കും. വിഷ്ണു ചുമ്മാ സസ്പെൻസ് Landslide, little stone. ഷോപ്പായി കാണുന്നുണ്ടോ? കാറ് ബ്രേക്ക് ഡൗൺ ആയി പോയിട്ടോ. അത് കഷ്ടം, വളരെ കഷ്ടം. അവര് സമയം ഇവിടെ കിടക്കേണ്ടി വരും. വില്ലേജാണ്, നല്ല രസമാണ്. കാറ്റാടി മരങ്ങൾ നിൽക്കുന്ന നല്ല സ്വർഗം മാമ സ്വർഗം. കാളി നദി അതിഭീകരമായിട്ട് കുസ്തി ഒഴുകി ഒലിക്കുന്നു. ഇതാ ഇവിടെ നോക്കി എന്നാ രസമൊന്നുണ്ടോ? അടിപൊളി. ഇതൊക്കെ കാണാമോന്ന് അറിയത്തില്ല. നാച്ചുറൽ കേവ്സ് ആണ്. उधर से आदमी आया? हाँ, आदमी उधर रहता था पहले देखते का रहता था. ഓ ആ ഗുഹയില് घर भी लगा है. ആൾക്കാർ താമസിക്കുന്ന പറഞ്ഞത്. ഉണ്ടോ ഒരു വീട് പോലൊക്കെ ഗ്ലാസ് ഒക്കെ ഇട്ട് വെക്കുന്നുണ്ട്. നാച്ചുറൽ കേവ് ആണ്. ചോളം വിളയുന്ന പാടങ്ങൾ കാണാം. ചോളം കിട്ടും. Jomsom is 60 kilometers. ഓ ജോംസൺ 16 കിലോമീറ്റർ ഉണ്ട്. ജോംസൺ We today live in Jomsom. ഓക്കെ നമ്മൾ ജോംസൺ ഇവിടുന്ന് വീട്ടിൽ പോകണമെങ്കിൽ 16 കിലോമീറ്റർ. ബ്ലാക്ക് ആപ്പിൾ, നല്ല ഡാർക്ക് കളർ ആപ്പിളാണ്. ദോശ ഉണ്ടോ? ബ്ലാക്ക് ആപ്പിൾ ഉണ്ടോ? ഇവിടെ കാബേജ്. अन्ना ऊर केरला. कितना केजी का कितना? केजी का 150 है. 150 है. ഓ 150 രൂപ. തോട്ടോ ആ നേപ്പാളി IC 100. നമ്മുടെ 90 രൂപ. കണ്ടില്ലേ, രക്ഷയില്ല കേട്ടോ. പഴുത്ത് നിൽക്കുവാണേ. ആ ഓക്കെ ഓക്കെ. ഇല്ല കേട്ടോ, ആപ്പിൾ നിൽക്കുന്നുണ്ടോ? അല്ലേ ആ അണ്ണ ഇങ്ങ കേരള ഉണ്ടോ? അണ്ണ ഇതൊക്കെ ഒരു വാക്കുണ്ട്. അതിനതായി പോകാൻ പറ്റോ? ഡ്രൈവർ ഗൈഡ് ചെയ്തേ. ചുമ്മാ ഇങ്ങനെ പൊട്ടിച്ച് പോകരുത്. പതുക്കെ പറിച്ച് ഒരു പുറത്തുള്ളൂ കേട്ടോ. പറിച്ച് പിന്നെ തുടയ്ക്കണം. തേനാട്ടോ, തേൻ. എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടില് ഇത് വരുമ്പോ ഒരുപാട് ദിവസങ്ങൾ എടുക്കുന്നുണ്ട്. വാടിക്കരിഞ്ഞ വരുന്നത് തേനാണ്. തേൻ ആടി ആപ്പിള് വെച്ച് ഉണ്ടാക്കിയ ഒരു തേനാണ്. ഉണ്ടാക്കിയ ഒരു എല്ലാവരുടെ മുഖം കാണുന്നുണ്ട്. ആപ്പിള് വെച്ച് മദ്യപാന ആരോഗ്യത്തിന് ഹാരമാണ്. ഇത് മദ്യമല്ല കേട്ടോ, ആപ്പിളിന്റെ ജ്യൂസാണ്. ആപ്പിൾ ജ്യൂസും ആപ്പിളും കൂടെ നല്ല പറിച്ച് ആപ്പിള് പ്ലസ് ആപ്പിൾ ജ്യൂസ് ഇതൊക്കെ സാധനം. ഇത്ര ഒരു ഭാഗ്യമൊക്കെ ഉണ്ടാണെങ്കിൽ നമ്മളൊക്കെ ടൂർ വരണമെന്നേ. ചുമ്മാ വീട്ടിൽ ഇരുന്നിട്ട് കാര്യമില്ല, എൻജോയ് ചെയ്യണം. ജീവിതം ഒന്നുകൂടെ എൻജോയ് ചെയ്യണം. ലൈവേ സൂപ്പർ. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാവേ. ആപ്പിളിന്റെ ജ്യൂസ് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിങ്ങോട്ട് ആപ്പിളൊരു കടിതാണ്. ആപ്പിളൊരു കടിതാണ്. കട്ട് പറിക്കണ്ട. ഗ്രീൻ ആപ്പിൾ, അടിപൊളി ഗ്രീൻ ആപ്പിൾ ആട്ടോ. ബായ്, നമുക്ക് ഗ്രീൻ ആപ്പിൾ ആണ്.
കണ്ടോ ഭായി പറിക്കുന്നുണ്ടോ? Okay. നമ്മൾ കട്ട് പറിക്കുന്നത് ശരിയല്ല, അവരോട് മേടിക്കുക, ചോദിച്ച് മേടിക്കുക, അതാണ് അതിന്റെ സുഖം. അടിപൊളി ഗ്രീൻ ആപ്പിൾ നിന്നും ഒന്ന് സച്ചിൻ നമ്മുടെ ബോൾ ഉരയ്ക്കുന്നവരെ ഉരച്ചിട്ട് ലൈവ് അല്ലേ, അപ്പോൾ ലൈവായിട്ട് നമുക്ക് ഇന്ന് നോക്കാം. ഓ നല്ല വെള്ളം കേട്ടോ, നല്ല കടവുണ്ടോ? അച്ഛാ Hazır. ഗുഡ്, അടിപൊളി, താങ്ക് യു. വില്ലേജ് കേട്ടോ, മാർഫ. മാർഫ വില്ലേജിലെ ഒരു പെൺകുട്ടിയാണേ. വിഷ്ണു യാക്കിന്റെ രോമോ ഇത് किसको क्लीन करेगा? Clean नहीं है कि सो हाँ? सो के लिए रखते हैं ना घर पे. ओ शो के लिए. हाँ. Putra गाड़ी का apa तीस सौ गोला की गाड़ी का ओके ओके. कितना कितना? 5,000 ये कितना? 5? 5,000 नेपाली. सेतो को white कालो तो 5,600. 5,000 അതിന്റെ വില പറയുന്നു അവര് കേട്ടോ. ഇവരുടെ വേണ്ട 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 സാലിഗ്രാം, ഇതാണ് സാലിഗ്രാം, പെറുക്കി വെച്ചിരിക്കുന്നതാണ് സാലിഗ്രാം. ഇത് നമ്മൾ എന്തായാലും തോട്ടിൽ നിന്ന് പെറുക്കുന്നുള്ളൂ ലൈവായിട്ട് കേട്ടോ. എത്ര ठुलो को 200 सानो को 100. बड़ा वाला 200, छोटा वाला 100. Bigger one is 200 rupees. Small one is 100. കേട്ടോ. നേപ്പാളി പിച്ചാത്തി മേടിക്കട്ടല്ലേ കാണാം. ഇവരുടെ ഗ്രാമമാണ്, അടിപൊളി രസമാണ്. അമ്മമാരൊക്കെ ഇരിപ്പുണ്ട്. കണ്ടോ യാക്കിന്റെ തൊലി ആട്ടോ ഇവരിവിടെ ഇരിക്കുന്നുണ്ടോ? ഇതെല്ലാം കടുവാട തൊലി പോലെ ഉണ്ട്. മാർഫ വില്ലേജ്. നല്ലൊരു അമ്മയെ കണ്ടോ? ഒരു കൊച്ചുകൂടി പടം വയ്ക്കുന്നുണ്ട്. पढ़ता है, नाम क्या है? Kritika. कीर्तिका. Which standard? Which standard? कति कक्षा पढ्छ? 5. 5 പഠിക്കുന്ന കൊച്ചാണ്. അവള് പടം വരച്ചുകൊണ്ടിരിക്കുകയാണ്, അടിപൊളിയായിട്ടുണ്ട്. താങ്ക് യു. യാക്കിന്റെ വില ലൈവ് കാണാൻ പറ്റില്ല. ഇൻട്രസ്റ്റിംഗ് ആയ കസേര കണ്ടോ? ഇതുണ്ടല്ലേ, ടയർ കട്ട് ചെയ്തിട്ട് ഫുള്ള് ടയറിലാണ് ചെയ്തേക്കുന്നത് കേട്ടോ. ടീപ്പോ ഉണ്ട്. നമുക്കിതൊക്കെ ചെയ്യാവുന്നതാണ്. നമുക്ക് മോഡൽ നോക്കിക്കഴിഞ്ഞാൽ സുഖമായിട്ടൊക്കെ ചെയ്തെടുക്കാം. അടിപൊളിയാട്ടോ. ഇതുണ്ടോ ബ്ലാക്ക് ആപ്പിള്? ഇത് ചോദിക്കാതെ പറിച്ചാട്ടോ. വിഷ്ണു പറഞ്ഞ് പറിച്ചോളാൻ പറഞ്ഞിട്ട് പറിച്ചാണേ. ബ്ലാക്ക് ആപ്പിള് ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ ഉണ്ടെന്ന് മുറിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഇവരെന്നെ പ്രാകുത്, അല്ലെ ഇവരെന്നെ പ്രാകും കേട്ടോ. ബ്ലാക്ക് ആപ്പിൾ ഭയങ്കര എക്സ്പെൻസീവ് അല്ല റേഞ്ചാ? ചൈനയുടെ ആയത് കേട്ടോ. ആ ചൈനയുടെ ആണ്. അപ്പൊ ഇത് ഇവിടെ സത്യം പറഞ്ഞാല് ഏറ്റവും നല്ല എക്സ്പോർട്ട് ക്വാളിറ്റി മൊത്തം ഇവിടെയാണ്. ഹിമാചൽ ഇവിടെ ഒരുപാട് വെറൈറ്റി ആപ്പിളാണ് കേട്ടോ. വെറൈറ്റി ആപ്പിൾ നമുക്കിതൊന്ന് പൊട്ടിച്ച് ഒന്ന് കഴിക്കാം. ഇതെല്ലാം ആപ്പിൾ തോട്ടം കേട്ടോ, മുഴുവൻ ആപ്പിൾ തോട്ടം. കണ്ടുപിടിക്കുന്ന അറിയത്തില്ല കേട്ടോ. വണ്ടി വടിയാവുന്നു മുഴുവൻ കേട്ടില്ലേ.
മസ്താങ് Mustang. മസ്താങ്ങിലാണ്. മസ്താങ്ങിൽ നാളെ മുക്താങ്ങിലേക്ക് രാവിലെ പോകുമ്പോഴത്തേക്ക് ഹോട്ടൽ സൺറൈസ് നല്ല അടിപൊളി റൂം കേട്ടോ. അതുകൊണ്ട് ഇവർ വണ്ടി കയറ്റാൻ വേണ്ടി വണ്ടിയോടെ കയറത്തില്ല, വണ്ടി കയറ്റാൻ വേണ്ടി കണ്ടോ സ്റ്റാൻഡ് എടുത്ത് വെക്കുവാണ് വിഷ്ണു മിസ്റ്റർ ബിനോയും കൂടെ. ഓ ഇതേക്കൂടെ സ്കോർപ്പിയോ കയറ്റാൻ പോകുന്നത് കേട്ടോ. ഇതാണ് സൺറൈസ് ഹോട്ടൽ. ഇവിടെ നോക്കിയാൽ രാവിലത്തെ സൺറൈസ് കാണാം. ഹിമാലയ പർവ്വത കാ നാം ക്യാ ഉണ്ടോ? ലക്ഷ റൂമാട്ടോ, നല്ല അടിപൊളി റൂം. ഇവിടെ ഭയങ്കര റെൻ്റായിരിക്കും എന്ന് പറഞ്ഞു. റെൻ്റില്ല, 2300 രൂപയേ ഉള്ളൂ. 2300. നമ്മുടെ വണ്ടി ഇങ്ങനെയും കയറ്റാം കേട്ടോ, ഇങ്ങനെയും കയറ്റാം. അവർക്ക് ഒരു പ്രശ്നം ഇതുണ്ടോ, വണ്ടി ഇടിച്ച് കയറ്റി വെക്കുന്നുണ്ടോ? എൻ്റെ അമ്മോ, ग्लास है बाइक में, ग्लास है इधर से थोड़ा. ओके अच्छा ओके. ഓ ഗുഡ്. വണ്ടി കയറ്റിയിട്ടുണ്ടോ? അവിടെ പാർക്കിംഗ് ഇവിടെ എല്ലാം സെറ്റപ്പ് ആട്ടെ. നമുക്ക് ഈ ഒരു രീതിയൊക്കെ അല്ലേ, നമുക്ക് ഈ രീതി നോക്കാം അല്ലേ. നമുക്ക് റൂമിലോട്ട് ചെന്നിട്ട് റൂമൊക്കെ ഒന്ന് കാണിക്കാം കേട്ടോ. ഓക്കെ, ഇപ്പം തന്നെ പറഞ്ഞേ, നാളെ കുളിക്കുന്നതെന്ന് ഇപ്പം തന്നെ പറഞ്ഞേ. റേജ കുളിക്കുന്നുണ്ട്, രാവിലെ കുളിക്കുന്നുണ്ട്. ഞാൻ എന്താ ഐസ് വെള്ളാലും കുളിക്കും കേട്ടോ. വിറയ്ക്കും തണുത്ത് കേട്ടോ. ലഗേജ് എടുത്ത് നേരെ മുറി പോയിട്ട് മുറിയൊക്കെ ഒന്ന് കാണിക്കാം. മൗണ്ടൈൻ വ്യൂ ഉള്ള സത്യം പറഞ്ഞാൽ ഒറ്റ റൂമേ ഉള്ളായിരുന്നു കേട്ടോ. ഇതുകൊണ്ടോ C3 കയറി പോണേ. ഇവിടെ ആപ്പിളുണ്ട് കേട്ടോ. ഇതുകൊണ്ടോ ആപ്പിൾ വാങ്ങിക്കണേ. വന്നു കേട്ടോ. ഇതുണ്ടോ ലിഫ്റ്റില്ല ഇവിടുത്തെ ഒരു ഹോട്ടലിൽ, ലിഫ്റ്റില്ല. അടുത്ത് ഒരാൾ നിൽക്കുന്നത്, ചാരി നിൽക്കുന്നുണ്ടോ? ഞാൻ തുറന്നു. C3 ഇത് ആപ്പിളിൻ്റെ തടി കൊണ്ടാണേ ലോക്കറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. അയ്യോ എന്നാ ഓപ്പൺ തരോ. C3 റിവേച്ച് അടയ്ക്കുന്നുണ്ടോ? വൈകുന്നേരത്തിലുള്ള ഫുഡ് മേടിച്ചോണ്ട് മോളി വന്നാൽ മതിയെന്നേ. അകത്താര. അടിപൊളി റൂമാണ് കേട്ടോ. ബെഡുണ്ട്. അപ്പം നമ്മുടെ റൂമിൽ നിന്ന് കാണുന്ന ഇത് മൗണ്ട് അന്നപൂർണയാണ്. പിന്നെ നമ്മുടെ എയർപോർട്ട്, ജോൺസൺ എയർപോർട്ട് കാണാം. നമ്മൾ യാത്ര തുടരുകയാണ്. നാളെ രാവിലെ നമ്മൾ ഇവിടെ നിന്ന് മുക്തിനാഥ് ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. അപ്പം അടുത്ത വീഡിയോയിൽ മുക്തിനാഥിൻ്റെ അതിമനോഹരമായ കാഴ്ചകൾ ഉണ്ടായിരിക്കും. അപ്പം എല്ലാവർക്കും നന്ദി. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.